അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ കണ്ടു. ബോച്ചയുടെ വീഡിയോ ആണ്. ബോച്ചയിൽ ചോദിക്കുകയാണ്, റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി 44 കോടി രൂപ പിരിച്ചു, ഇനി 13 കോടി രൂപ ബാക്കിയുണ്ട്. ഈ 13 കോടി രൂപ ബാക്കി എന്താണ് ചെയ്യാൻ പോകണം? ഈ നിയമസഹായ സമിതി എന്താണ് ഒരു വ്യക്തമായ ഉത്തരം നൽകാത്തത്? ഇതായിരുന്നു ആ വീഡിയോയിലുള്ളത്. ഞാനും ആലോചിച്ചു, റഹീം ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ 2 ആഴ്ചത്തിൽ പെരുന്നാക്കാണല്ലോ വന്നത്. പെരുന്നാളിൻ്റെ അന്നാണ് നാട്ടിലിറങ്ങുന്നത്. 20 വർഷം ജയിലിൽ കഴിഞ്ഞിട്ട് മലയാളികൾ ഒന്നടങ്കം ജാതി മത വ്യത്യാസമില്ലാതെ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി 100 രൂപ മുതൽ ബോച്ചയൊക്കെ 1 കോടി കൊടുത്തേക്കാണ്. ഇതിനെക്കുറിച്ചൊരു കൃത്യമായ വിവരം ആർക്കുമില്ല. ഈ പണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ആരും നമ്പാൻ പറ്റൂല. നമ്മുടെ നാട്ടിലെ പല ചാരിറ്റിക്കാരും ഇങ്ങനെ പണം വാങ്ങി പറ്റിക്കുന്നത് കേസുകൾ ഉണ്ടായിട്ടുണ്ട്, നിരവധി ആരോപണങ്ങളുണ്ട്. ഇതിനിടയിലാണ് റഹീമിൻ്റെ ഈ ഒരു വിഷയം. അപ്പോൾ റഹീമിൻ്റെ ബാക്കിയുള്ള 13 കോടി എന്താ ചെയ്യാൻ പോണത്? ബോച്ച് പറയുന്ന ഈ കാര്യങ്ങളൊന്ന് കേട്ടു നോക്കൂ. കുറച്ച് ദിവസമായി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റഹീമിനെ മോചിപ്പിക്കാൻ വേണ്ടി ഒരു 47 കോടി സമാഹരിച്ചായിരുന്നല്ലോ. നമ്മൾ മനസ്സിലാക്കിയത് ഒരു 34 കോടിയോ മറ്റോ ചെലവായിട്ടുള്ളൂ. ബാക്കി 13 കോടി എന്താ ചെയ്യാൻ പോകുന്നത്? വല്ലാത്തൊരു ചോദ്യമാണല്ലോ. അല്ല, ഇങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു 13 കോടി മിച്ചമുണ്ടെന്ന്. എന്താ ചെയ്യണേന്ന് പറയാൻ എനിക്കല്ല അവകാശം. ഞാൻ 1 കോടി കൊടുത്തെങ്കിലും 34 കോടിക്ക് പകരം 47 കോടി തന്ന ജനങ്ങളുണ്ട്. അത് തന്നവർക്കാണ് അതെന്ത് ചെയ്യണമെന്ന് പറയാൻ അവകാശം. അപ്പൊ അതിനെക്കുറിച്ച് ഞാനും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സംഘടനകളും ചില ചാനലിനൊക്കെ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ബോച്ചെ ബാക്കി പൈസ എവിടെ? ഞാൻ പറഞ്ഞു, പൈസ എൻ്റെ കയ്യിലില്ല. ഞാൻ QR കോഡിൽ അയച്ചു കൊടുപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം ഞാൻ ഫസ്റ്റ് ഡേ ബോച്ചെ യാചകയാത്ര തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി ഒരു ബോക്സായിട്ട് തെണ്ടാൻ തുടങ്ങി. 2-3 മണിക്കൂർ ബോച്ച 1 കോടി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. കറക്റ്റ് 1 കോടി കൊടുത്തോ? പറയാം. 70,000 രൂപ, ആ ചോദ്യത്തിന് മറുപടി എടുത്ത് പറയാം. 70,000 രൂപ കളക്ട് ചെയ്തു. അപ്പോഴേക്കും ബോച്ചെ ഫാൻസ് എന്ന് പറഞ്ഞ പല ജില്ലകളിലും ഡ്യൂപ്ലിക്കേറ്റ് ആൾക്കാർ കളക്ഷൻ എടുക്കാൻ തുടങ്ങി. ഉടൻ ഞാൻ നിർത്തിച്ചു, കളക്ഷൻ നിർത്തി, കാശെടുക്കുന്ന പരിപാടി വേണ്ടെന്ന് വെച്ചു. പകരം ഈ റഹീം നിയമസഹായ കമ്മിറ്റിക്ക് അക്കൗണ്ട് ഉണ്ട്. അതിന്റെ QR കോഡ് വടിമ പിടിച്ചിട്ടാണ് പിന്നെയുള്ള എല്ലാ ജില്ലകളിലും ബോച്ചെ ഫാൻസ് യാത്ര അങ്ങനെ കളക്ട് ചെയ്ത് അവർക്ക് കൊടുത്തു. അതിനുശേഷം എത്ര വന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും കണ്ടെത്തൂല്ല, ചോദിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഏകദേശം ആളുകളൊക്കെ പറയുന്നത് ബോച്ചയ്ക്കാണല്ലോ ഉത്തരവാദിത്വം എന്നാണല്ലോ. ഉത്തരവാദിത്തം ഉണ്ട്. എന്താ ഉത്തരവാദിത്തം എന്ന് വെച്ചാൽ അബ്ദുറഹീമിനെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നടപ്പിലാക്കിയ ഉത്തരവാദിത്തം. ക്യാഷ് ഒരു ടച്ചും പരിപാടികളൊന്നുമില്ല. പിന്നെ നിങ്ങൾ ചോദിച്ചത് ഇപ്പൊ 1 കോടി ബോച്ച 1 കോടി കൊടുത്തോ? 1 കോടി കൊടുത്തല്ലോ. അത് ഓപ്പണായിട്ട് കൊടുത്തത്. ഞാൻ ചെക്ക് പാണക്കാടിന്റെ വീട്ടിൽ പോയിട്ട് അവിടെ എല്ലാവരും ഉള്ളപ്പോഴാണ് പോയിട്ട് കൊടുത്തത് 1 കോടി. അതേപോലെ വലിയ തുക ആരെങ്കിലും ഒക്കെ കൊടുത്തിട്ടുണ്ടോ? എനിക്കറിയില്ല. ഞാൻ 1 കോടി കൊടുത്തു പലരുമായിട്ടുള്ള. അത് എത്ര വലിയ എമൗണ്ട് വേറെ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞ ഇതിന്റെ അക്കൗണ്ട് കാര്യങ്ങളായിട്ട് ഒരു ബന്ധവും നമുക്കില്ല. നമ്മള് ഇറങ്ങി തിരിച്ചു. ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാവും, റഹീമിന്റെ വിഷയത്തിൽ ബാക്കിയുള്ള തുകയുടെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇപ്പോഴും ഇല്ല. ഈ ഒരു ബാക്കിയുള്ള തുകയിൽ നിന്ന് എന്തായാലും 13 കോടി രൂപ റഹീമിന് കൊടുക്കുക എന്ന് പറഞ്ഞത് ശരിയല്ല. കാരണം ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ഈ അടുത്ത് ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് സോഫിന്നോ അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരു ലേഡി, അവർ സ്വന്തം വീട് പോലും ഇല്ല, കെട്ടുതാലി വിറ്റിട്ടാണ് ഭർത്താവിനെ വിളിച്ചു ചോദിക്കുകയാണ്. എറണാകുളം ടൗൺ ഹാളിലോ എങ്ങാണ്ട് കാശ് പിരിക്കണ സമയത്ത് അവരുടെ താലി വിറ്റിട്ടുള്ള പണം അടക്കം റഹീമിന് കൊടുത്തിരുന്നു. ആ വീട്ടിൽ പോകുന്നൊക്കെ പറഞ്ഞിരുന്നു റഹീം. ഇതിനിടയിൽ റഹീം EK വിഭാഗത്തിന്റെ സമസ്തയുടെ കേന്ദ്ര മുഷാവറ യോഗത്തിന് പോയി. ആ മുഷാവറയിൽ പ്രസംഗിച്ചു. AP സ്ഥാനെ സന്ദർശിക്കാൻ പോയി. AP സ്ഥാനം അങ്ങനെ ഒരുപാട് പേരെ നന്ദി പറയാൻ വേണ്ടി പോകുന്നുണ്ട്. വലിയ സ്വീകരണങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്വീകരണങ്ങളൊക്കെ കിട്ടുന്ന അർഹത റഹീമിനുണ്ടോ എന്നുള്ളത് വേറൊരു വിഷയം. അത് വേറൊരു ചർച്ച നടക്കുന്നുണ്ട്. വഹാബ് സക്കാഫ് എമ്പാടെങ്ങാനും പറഞ്ഞിരുന്നു റഹീമിന് ഇങ്ങനെ കൊടുത്ത് ആഘോഷിക്കേണ്ട കാര്യം എന്താണെന്നുള്ളത്. അത് പറഞ്ഞ പിറ്റേ ദിവസമാണ് ഈ റഹീം എന്ത് ചെയ്തത്, കാന്തപുരം ഉസ്താദിനെ കാണാൻ പോയത്. അപ്പോൾ ഇതുപോലെയുള്ള പല ആളുകളും കുടുംബത്തിൽ അതിനുള്ള ശേഷിയില്ലാതെ കൊടുത്തവരുണ്ട്. അപ്പോൾ അങ്ങനെ ഈ 13 കോടി എന്ത് ചെയ്യണം? നമ്മൾ അന്ന് പറഞ്ഞ് നല്ലൊരു തുക 1 കോടിയെങ്കിലും റഹീമിന് കൊടുക്കാനും റഹീമിന്റെ പേര് പറഞ്ഞിട്ടാണല്ലോ അത് പിരിച്ചത്. റഹീമിന്റെ ഒരു ശിഷ്ടകാല ജീവിതത്തിന് വേണ്ടി ഇത് കൊടുക്കുക. ഇപ്പൊ നടക്കുന്ന ഈ സ്വീകരണങ്ങളുണ്ടല്ലോ, അത് റഹീമിനെ നേരെ വിനയാവ ചെയ്യുക. അത്രമാത്രം സ്വീകരിക്കപ്പെടാൻ വലിയൊരു സംഭവമായിട്ടുള്ള ഒരാളല്ല റഹീം. റഹീം ഒരാളെ 10-21 വയസ്സുള്ള ഒരു പാരലൈസ്ഡ് ചെയ്ത ഒരു യുവാവിന്റെ മരണത്തിന് കാരണക്കാരനായ ഒരാളാണ്. അത് അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും
ആ യുവാവ് മരണപ്പെട്ട അത് പടയുന്ന സമയത്ത് അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ശ്രമിക്കാതെ തൻ്റെ ബന്ധുവിനെ വിളിച്ചു വരുത്തിയിട്ട് തന്നെ ആഫ്രിക്കക്കാർ ആക്രമിച്ചു എന്നൊരു കള്ളക്കഥയുണ്ടാക്കി കെട്ടിയിട്ടിട്ടൊക്കെ അവൻ്റെ മരണം ഉറപ്പ് വരുത്തിയ ഒരാളാണ്. അതുകൊണ്ടാണ് അവൻക്ക് ഇത്രയും വലിയ ശിക്ഷ കിട്ടിയത്. ആളൊരു കുറ്റവാളി തന്നെയാണ്, ഇങ്ങനെ കിടന്ന് ആഘോഷിക്കാൻ മാത്രമൊന്നുമില്ല. പക്ഷെ മലയാളികളുടെ ഒരു സ്വഭാവം ആലോചിച്ച് നോക്ക്, വലിയ സ്വീകരണങ്ങൾ, തുടക്കത്തിൽ എന്താണ് ജയിലനുഭവങ്ങൾ എന്നൊക്കെ പറയാൻ വേണ്ടി ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. പക്ഷേ പലപ്പോഴും റഹീം ഓരോ ചാനലിൽ പോയിട്ട് ഓരോ ഗെയിം കളിച്ചിട്ടും താൻ എന്തോ ഒരു വലിയ സംഭവമാണ് എന്ന രീതിയിലൊക്കെ ആഘോഷിക്കുമ്പോൾ എനിക്ക് ഈ ഷിഹാബ് ചോറ്റൂരിൻ്റെ കാര്യം പോലെ ആകുമെന്നൊരു പേടിയാണ്. ഷിഹാബ് ചോറ്റൂർ ഹജ്ജിന് നടന്നുപോകുന്ന സമയത്ത് എന്തൊക്കെ തരത്തിലുള്ള ആഘോഷങ്ങളായിരുന്നു. മലയാളികൾ ഒന്നടങ്കം ഇങ്ങനെ ഇരു കൈകളിലായിട്ട് കൊണ്ടുപോയതാ. അങ്ങനെ കർണാടകയിൽ ഇങ്ങനെ പോയിട്ട് ഉത്തരേന്ത്യയിലേക്ക് എത്തുന്ന സമയത്ത് മലയാളികൾ ഇങ്ങനെ പതുക്കെ വലിയാൻ തുടങ്ങി. ഇതാണ് സോഷ്യൽ മീഡിയ ഉയർത്തിക്കൊണ്ടിരുന്ന ഒരാളുകളെ സോഷ്യൽ മീഡിയനെ കൊണ്ട് താഴ്ത്തും. അങ്ങനെ പിന്നീട് പാകിസ്ഥാനിലേക്ക് കടക്കാൻ വേണ്ടി കുറെ ബുദ്ധിമുട്ടി. ആ സമയത്തൊക്കെ പിന്തുണ ഇങ്ങനെ പതുക്കെ കുറഞ്ഞു വന്നു. പിന്നീട് അയാൾ പലയിടത്തും ഫ്ലൈറ്റിലാണ് പോയിട്ടുള്ളത്. പാകിസ്ഥാനിന് ഇറാനിലേക്ക് ഫ്ലൈറ്റിലാണ് പോയിട്ടുള്ളത്. അവിടുന്ന് പിന്നെ ആളുകൾ മുഴുവൻ എതിരായി. ഇവിടെ വന്നതിന് ശേഷം സമസ്തയുടെ ആളുകളെ ഉസ്താദുമാരൊക്കെ ചെന്ന് കാണലും അങ്ങനെ ഇവിടെ ഒരു സ്പേസ് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അത് ആളുകളിൽ നിന്ന് ഭയങ്കര എതിർപ്പുണ്ടായിട്ട് മൂപ്പര് നേരെ ഉത്തരേന്ത്യക്ക് വിട്ടു. ഇപ്പോൾ ആൾ അൽഹംദുലില്ലാ റാഹത്താട്ടോ. അയാൾ മോശക്കാരാണെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. അയാളോട് ആളുകൾക്ക് പൊക്കിയവർ തന്നെ എന്ത് ചെയ്തു താഴ്ത്തി. ഇപ്പോൾ അയാൾ ആത്മീയ തട്ടിപ്പടത്തൽ വെറുതെ പറയാ. രാജസ്ഥാനിൽ ഒരുപാട് ഗ്രാമങ്ങളിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അവിടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്, കിണറുകൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചില മലയാളികൾ അങ്ങനെയാണ്, നല്ലത് അംഗീകരിക്കൂല, ആളുകൾ വെറുതെ കുറ്റം പറയും. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് ആരെത്തും? ഈ റഹീമിനെ കൊണ്ട് എത്തിക്കുക. റഹീം ചെയ്യേണ്ടത് ഈ ബഹളങ്ങളിലേക്കൊന്നും പോകണ്ട, ഒരാൾക്കും അഭിമുഖങ്ങൾ കൊടുക്കണ്ട. ഇപ്പോൾ വലിയ ചാനലുകളൊന്നും കൊടുക്കണില്ലല്ലോ. അത് അവനവൻ്റെ കാര്യം നോക്കിയിട്ട്. അപ്പോൾ ഈ നിയമസഹായ സമിതി എത്രയും പെട്ടെന്ന് ഒരു മീറ്റിംഗ് ചേർന്നിട്ട് 1.5 കോടി രൂപ റഹീമിന് കൊടുത്തിട്ട് ബാക്കിയുള്ള തുക സർക്കാരിൻ്റെ ഫണ്ട് ഉണ്ടല്ലോ, ഈ ദുരിതാശ്വാസ നിധി, അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് കൃത്യമായിട്ട് ആരിൽ ചെലവഴിക്കും, അല്ലെങ്കിൽ അത് സുതാര്യമായിട്ട് ഓരോ സബ് സ്റ്റേറ്റിലെ എല്ലാവരും സഹായിച്ചതാണ്. നമ്മുടെ കേരളത്തിലുള്ള 14 ജില്ലകളുണ്ട്. ആ 14 ജില്ലകളിൽ നിന്ന് അർഹരായ ആളുകളെ കണ്ടെത്തിയിട്ട് അവർക്ക് വീട് നിർമ്മിക്കാൻ അടിസ്ഥാന ആവശ്യങ്ങളുണ്ടാവും. അതിൽ ജാതി മത വ്യത്യാസങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് കണ്ടെത്താന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. അതിപ്പോൾ എങ്ങനെ ഇപ്പോൾ ഒരു നിയമസഹായ സമിതിക്ക് ചെയ്യാൻ പറ്റുക? അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സർക്കാരുമായി ബന്ധപ്പെടുന്ന അധികാരികളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ ആനുകൂല്യങ്ങൾ കിട്ടാൻ യോഗ്യതയുള്ള ആളുകളുടെ പട്ടിക തയ്യാറാക്കിയിട്ട് അവർക്ക് ഫണ്ടായിട്ട് കൊടുക്കാം. വീട് നിർമ്മിക്കാൻ കൊടുക്കുമ്പോൾ ഇതിലൊക്കെ പിന്നെയും എന്ത് ചെയ്യും? തട്ടിപ്പുകൾ നടക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നല്ലത് ഈ CRS ഫണ്ടിലേക്ക് ഉണ്ടല്ലോ, സർക്കാർ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയ സുതാര്യമായിട്ട് മാറും. പക്ഷെ ആ ഫണ്ട് എന്ത് ചെയ്യരുത്? വേറെ അതിന് ചെലവഴിക്കരുത്, പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ അത് സുതാര്യമായിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യണം. കാരണം ഇത് ജനങ്ങൾ കൊടുത്തൊരു ക്യാഷാണ്. ഇപ്പം ജനങ്ങൾക്ക് ഇതിൽ അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. ഇപ്പം ഞാൻ അത് പറയുമ്പോൾ നിനക്കത് പറയാൻ അവകാശമുണ്ടോ, നീ മിണ്ടാതിരുന്നുകൊണ്ടെന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാവും. അവർ തൽക്കാലം മിണ്ടാതിരിക്കുക. ജനം എല്ലാവരും കൊടുത്തിട്ടാണ് ഇത്രയും വലിയൊരു തുകയായത്. 13 കോടി രൂപയാണ് ബാക്കി. നിലവിൽ അവർ ചെയ്ത കാര്യത്തിൽ തന്നെ ഒരുപാട് സുതാര്യത ഇല്ല, കൃത്യമായിട്ട് കണക്കുകളൊന്നും പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പം എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ. അപ്പോൾ ഈ ഒരു തുക എങ്ങനെ ചെലവഴിക്കണം എന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? അത് സർക്കാരിൻ്റെ ഫണ്ടിലേക്ക് കൊടുക്കണോ, അതോ മറ്റൊരു രീതിയിൽ ഇവരെ നിയമസഹായ സമിതി തന്നെ ആളുകളെ കണ്ടെത്തി കൊടുക്കുകയാണോ വേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണേ. ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ലോകകപ്പ് ആരംഭിക്കാൻ പോവാണ്, ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു പോസ്റ്റർ നിങ്ങൾ കണ്ടു, ഈ ഒരു ഫ്ലാഗ് ഏത് രാജ്യം, അല്ലാതെ ലോകകപ്പിൽ ഏറ്റവും അധികം കപ്പ് നേടാൻ സാധ്യത ഉണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു രാജ്യത്തിൻ്റെ ഫ്ലാഗാണത്. ഈ ഒരു വേൾഡ് കപ്പിൽ ഈ ഒരു രാജ്യത്തിൻ്റെ ഒരു കളിക്കാരനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അദ്ദേഹം സൗദി അറേബ്യയുടെ ഒരു ക്ലബ്ബിലാണ് അദ്ദേഹം കളിക്കുന്നത്. സൗദി അറേബ്യയുടെ ഒരു ക്ലബ്ബിലാണ് കളിക്കുന്നത്. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഫുട്ബോൾ താരങ്ങളുടെ രാജ്യമാണ്. ഈ ഒരു ഫ്ലാഗ് ഞാൻ വേറെ ക്ലൂ ഒന്നും തരുന്നില്ല. ഈ ഒരു ഫ്ലാഗ് കണ്ടിട്ട് ഇത് ഏത് രാജ്യത്തിൻ്റെതാണ് ഈ ഒരു ഫ്ലാഗ്? ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന പലരും ആ രാജ്യത്തിൻ്റെ ആരാധകരായിട്ടുണ്ടാവാം. ഞാനും ആഗ്രഹിക്കുന്നു. മെസ്സിയൊക്കെ കപ്പെടുത്തു, മെസ്സി കപ്പ് കിട്ടണം എന്നുള്ളതിൽ ആരും ആഗ്രഹിച്ചിരുന്നതാണ്. അങ്ങനെ അർജന്റീന കപ്പെടുത്ത് ഇത്തവണയും മെസ്സി ഉണ്ട്. പക്ഷേ ഇത്തവണ എൻ്റെ ഒരു ചിന്ത ഉള്ളത് ഈ രാജ്യം കപ്പെടുക്കണം എന്നുള്ളതാണ്. കാരണം അതിലൊരു നമ്പർ 1 താരമുണ്ട്. അത് ചീറ്റപ്പുലി പോലെ കളിക്കുന്ന, അതിനേക്കാൾ ഉയരത്തിൽ ചാടാൻ കഴിയുന്ന ലോകത്തെ നമ്പർ 1 താരങ്ങളിലൊന്ന്. അദ്ദേഹം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമ്പോൾ തൻ്റെ രാജ്യത്തിനൊരു കപ്പ് കിട്ടണമെന്ന് സ്വാഭാവികമായിട്ട് ഫുട്ബോൾ പ്രേമികൾ ആഗ്രഹിക്കും. അപ്പോൾ ഏത് രാജ്യത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.